Hello, this is the format of a profit and loss account of banking companies. Okay, ഒരു ബാങ്കിങ് കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റാണിത്. ബാങ്കിങ് കമ്പനികൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് വെർട്ടിക്കൽ ഫോമിലാണ്. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 പ്രകാരം ഫോം ബി പ്രകാരമാണ് ഒരു ബാങ്കിങ് കമ്പനി അതിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഫോം ബി പ്രകാരമുള്ള ഒരു ഫോർമാറ്റാണ് ഈ കാണുന്നത്. നോക്കാം. അതിനകത്ത് ഏറ്റവും ടോപ്പിൽ എഴുതിയിട്ടുണ്ട് ഫോം ബി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ് 31 മാർച്ച് പർട്ടിക്കുലർ ഇയർ, ഏതാണോ ഇയർ ആ ഇയർ നമ്മൾ കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ SBIയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ SBI പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ് 31 മാർച്ച് 2011 ഓർ 2010 ഇങ്ങനെ നമ്മൾ ആ പർട്ടിക്കുലർ ഇയർ കൊടുക്കും. ഓക്കെ, പിന്നീട് ആ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റിനകത്ത് 4 കോളംസ് ആണുള്ളത്. ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം, തേർഡ് കോളം, ഫോർത്ത് കോളം, ഇങ്ങനെ 4 കോളംസ് ഉണ്ട്. ഫസ്റ്റ് കോളത്തിനകത്ത് വരുന്നത് മെയിനായിട്ട് 4 ഹെഡ്സാണ്. നോക്കാം, താഴെയായിട്ട് 4 ഹെഡ്സാണ് ഇതിന് മെയിനായിട്ട് വരുന്നത്. ഫസ്റ്റ് ഹെഡ് ഇൻകം ആണ്, സെക്കൻഡ് ഹെഡ് എക്സ്പെൻഡിച്ചർ, തേർഡ് ഹെഡ് പ്രോഫിറ്റ് ഓർ ലോസ്, ദെൻ ഫോർത്ത് ഹെഡ് അപ്രോപ്രിയേഷൻസ്. ഇങ്ങനെ 4 ഹെഡുകളായിട്ടാണ് ഇതിനകത്ത് ഐറ്റംസ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. നോക്കാം, ഫസ്റ്റ് ഹെഡ് ഇൻകം ആണ്. ഇൻകത്തിന് താഴെ 2 സബ് പോയിൻ്റുകൾ കൂടെ വരുന്നുണ്ട്. ഫസ്റ്റ് ഇൻട്രസ്റ്റ് ഏൺഡ്, ദെൻ സെക്കൻഡ് അതർ ഇൻകം. ഓക്കെ, ഇൻട്രസ്റ്റ് ഏൺഡ് ആൻഡ് അതർ ഇൻകം. ഇൻട്രസ്റ്റ് ഏൺഡ് എന്ന് പറയുന്നത് ഷെഡ്യൂൾ 13 പ്രകാരമാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ദെൻ അതർ ഇൻകം ഷെഡ്യൂൾ 14. ദെൻ എക്സ്പെൻഡിച്ചറിനകത്തും 3 സബ് പോയിൻ്റുകൾ വരുന്നുണ്ട്. ഫസ്റ്റ് ഇൻട്രസ്റ്റ് എക്സ്പെൻഡഡ്, ദെൻ സെക്കൻഡ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്, തേർഡ് പ്രൊവിഷൻസ് ആൻഡ് കണ്ടിൻജൻസീസ്. ഇങ്ങനെ 3 ഹെഡുകളാണ് എക്സ്പെൻഡിച്ചർ എന്ന ഹെഡിന് താഴെയായിട്ട് സബ് പോയിൻ്റുകളായിട്ട് വരുന്നത്. ഇൻട്രസ്റ്റ് എക്സ്പെൻഡഡ്, ദെൻ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആൻഡ് പ്രൊവിഷൻസ് ആൻഡ് കണ്ടിൻജൻസീസ്. ദെൻ തേർഡ് ഹെഡിൽ വരുന്നത് പ്രോഫിറ്റ് ഓർ ലോസ് ആണ്. പ്രോഫിറ്റ് ഓർ ലോസ് എന്നുള്ള ഹെഡിന് താഴെ 2 സബ് പോയിൻ്റുകൾ വരുന്നുണ്ട്. നെറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ ദ ഇയർ, ദെൻ പ്രോഫിറ്റ് ഓർ ലോസ് ബോട്ട് ഫോർവേഡ്. ഇതിനകത്ത് നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ലോസ് ഫോർ ദ ഇയർ എന്ന് പറയുന്നത് കറണ്ട് ഇയറിലെ നെറ്റ് പ്രോഫിറ്റ് എത്രയാണോ അതാണ് എഴുതേണ്ടത്. ദെൻ പ്രോഫിറ്റ് ഓർ ലോസ് ബോട്ട് ഫോർവേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീവിയസ് ഇയറിലെ പ്രോഫിറ്റ് ആണ്. ഓക്കെ, നമുക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നിട്ടുണ്ടാവും ഇങ്ങനെ ഒരു പ്രോഫിറ്റ് ഓർ ലോസ്. ഓക്കെ, അപ്പോൾ അത് പ്രീവിയസ് ഇയറിലെ പ്രോഫിറ്റ് ആണ്, അതാണ് നമ്മൾ അതിന് നേരെ എഴുതേണ്ടത്. ദെൻ ഫോർത്ത് ഹെഡാണ് അപ്രോപ്രിയേഷൻസ്. അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ബാങ്കിങ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അതിന് കിട്ടിയ നെറ്റ് പ്രോഫിറ്റ് എന്തെല്ലാം കാര്യങ്ങൾക്ക് എങ്ങനെയൊക്കെ വിനിയോഗിക്കണം, ദാറ്റ് മീൻസ് ഏതെല്ലാം റിസർവുകൾക്ക് എങ്ങനെയൊക്കെ മാറ്റിവെക്കണം എന്നുള്ളതാണ് അപ്രോപ്രിയേഷനകത്ത്. ഒരു കമ്പനിയാണെങ്കിൽ ആ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കിട്ടിയ പ്രോഫിറ്റ് ആ കമ്പനി ഏതെല്ലാം റിസർവുകൾക്ക് ഏതെല്ലാം രീതിയിൽ മാറ്റിവെക്കുന്നു എന്നുള്ളതാണ് അപ്രോപ്രിയേഷനകത്ത് നമ്മൾ രേഖപ്പെടുത്തുന്നത്. ഇവിടെ അപ്രോപ്രിയേഷനായിട്ട് നമ്മൾ മാറ്റിവെക്കേണ്ടത് മെയിനായിട്ട് ഈ 2 ഹെഡുകളായിട്ടാണ്. നോക്കിക്കേ, ഒന്നാമത്തെ ട്രാൻസ്ഫർ ടു സ്റ്റാറ്റ്യൂട്ടറി റിസർവ്. ഒരു കമ്പനി അതിന് ലാഭം കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ സർട്ടൺ പെർസെൻറ്റേജ് സ്റ്റാറ്റ്യൂട്ടറി റിസർവിലേക്ക് മാറ്റിവെക്കണം. ഒരു ബാങ്കിങ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ആ ബാങ്കിങ് കമ്പനിക്ക് ലാഭം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ നെറ്റ് പ്രോഫിറ്റിൻ്റെ 25% കമ്പൽസറി ആയിട്ട് സ്റ്റാറ്റ്യൂട്ടറി റിസർവിലേക്ക് മാറ്റിവെക്കണം. അപ്പോൾ നമ്മൾ ഈ ഫോർമാറ്റ് നിങ്ങൾ ബുക്കിലേക്ക് എഴുതുന്ന സമയത്ത് ട്രാൻസ്ഫർ ടു സ്റ്റാറ്റ്യൂട്ടറി റിസർവ് എന്നതിന് നേരെ 25% എന്നവിടെ എഴുതി വെക്കണം. ഇത് കമ്പൽസറിയാണ്. ഒരു ബാങ്കിങ് കമ്പനി അതിന് ലാഭം കിട്ടിക്കഴിഞ്ഞാൽ ആ ലാഭത്തിൻ്റെ 25% കമ്പൽസറി ആയിട്ട് ടു ട്രാൻസ്ഫേർഡ് ടു സ്റ്റാറ്റ്യൂട്ടറി റിസർവ്. ദെൻ ബാക്കിയുള്ള കാര്യങ്ങൾ ട്രാൻസ്ഫർ ടു അതർ റിസർവ് എന്നാണ്. അതിനു പുറമെ ബാങ്കിങ് കമ്പനി അതിൻ്റെ മറ്റു റിസർവുകളിലേക്ക് ഏതെങ്കിലും റിസർവുകളിലേക്ക് പണം മാറ്റിവെക്കുന്നുണ്ടെങ്കിൽ ആ റിസർവുകളൊക്കെ എഴുതാനുള്ളതാണ് ട്രാൻസ്ഫർ ടു അതർ റിസർവ്.
അത് ക്വസ്റ്റ്യനിൽ നമ്മൾക്ക് സെപ്പറേറ്റ് ആയിട്ട് നമ്മളോട് പറയും ഇന്ന റിസർവുകളിലേക്ക് ഇത്ര രൂപ നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് മാറ്റിവെക്കണം. അങ്ങനെ ഏതെങ്കിലും റിസർവ് സ്പെസിഫിക് ആയിട്ട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം നമ്മൾ മറ്റുള്ള ട്രാൻസ്ഫർ ടു അതർ റിസർവ് എന്നുള്ള ഹെഡിന് നേരെ നമ്മൾ എഴുതണം. ഓക്കെ, സ്റ്റാറ്റ്യൂട്ടറി റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് പറയുന്നത് സോ ഇറ്റ് ഈസ് കമ്പൽസറി. അത് നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യമാണ്. അത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല എങ്കിലും നമ്മൾ നിർബന്ധമായിട്ടും നെറ്റ് പ്രോഫിറ്റ് ഉണ്ടോ ആ നെറ്റ് പ്രോഫിറ്റിൻ്റെ 25% സോ ടു ട്രാൻസ്ഫർ ടു സ്റ്റാറ്റ്യൂട്ടറി റിസർവ്. ദെൻ നെക്സ്റ്റ് പറയുന്നത് ട്രാൻസ്ഫർ ടു ഗവൺമെൻറ് ഓർ പ്രൊപ്പോസ്ഡ് ഡിവിഡൻറ്റ്. മറ്റൊരു കാര്യം പറയുന്നത് കമ്പനി പ്രൊപ്പോസ്ഡ് ഡിവിഡൻറ്റോ മറ്റ് കാര്യങ്ങളോ ഡിക്ലെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പ്രൊപ്പോസ്ഡ് ഡിവിഡൻറ്റിലേക്ക് എത്ര മാറ്റിവെക്കണം എന്നുള്ളതാണ് ട്രാൻസ്ഫർ ടു ഗവൺമെൻറ് ഓർ പ്രൊപ്പോസ്ഡ് ഡിവിഡൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതെല്ലാം ഒരു കമ്പനി അതിൻ്റെ നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് മാറ്റിവെക്കേണ്ട കാര്യങ്ങളാണ് അപ്രോപ്രിയേഷനുള്ളത്. അതിന് ശേഷം ബാലൻസ് വരുന്നതാണ് എന്ത് ചെയ്യുന്നത്, സോ ടു ക്യാരിഡ് ഓവർ ടു ദ ബാലൻസ് ഷീറ്റ്. എന്നിട്ട് നെറ്റ് പ്രോഫിറ്റിൽ വീണ്ടും ബാലൻസ് ഉള്ള ആ എമൗണ്ടിനെ നമ്മൾ എങ്ങോട്ട് മാറ്റും, ക്യാരി ഫോർവേഡ് ടു ബാലൻസ് ഷീറ്റ്. ഓക്കെ, ഇത്രയുമാണ് എന്ത് ചെയ്യുന്നത് ഇതിൻ്റെ ഫസ്റ്റ് കോളത്തിനകത്ത് വരുന്നത്. ദെൻ സെക്കൻഡ് കോളം നോക്കുക. സെക്കൻഡ് കോളം ഷെഡ്യൂൾ എന്നുള്ള കോളമാണ്. ഓക്കെ, ഷെഡ്യൂൾ എന്ന കോളത്തിന് നേരെ 4 ഷെഡ്യൂൾസാണ് ഒരു കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് അകത്ത് വരുന്നത്. ഓക്കെ, 13, 14, 15, 16 ഇങ്ങനെ 4 ഷെഡ്യൂൾസ് ഇതിനകത്ത് വരുന്നുണ്ട്. അതിനകത്ത് ഷെഡ്യൂൾ 13 എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഏൺഡ് എന്ന് പറയുന്ന പാർട്ടിലാണ് നമ്മൾ ഷെഡ്യൂൾ 13 വരുന്നത്. ദെൻ അതർ ഇൻകം ഷെഡ്യൂൾ 14, ദെൻ ഇൻട്രസ്റ്റ് എക്സ്പെൻഡഡ് ഷെഡ്യൂൾ 15, ദെൻ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഷെഡ്യൂൾ 16. ഈ 4 ഷെഡ്യൂൾസ് ഇതിനകത്ത് വരുന്നു. ദെൻ പ്രൊവിഷൻ ആൻഡ് കണ്ടിൻജൻസീസ് ഇതിനകത്ത് ഷെഡ്യൂൾസ് ഒന്നുമല്ല, ഇത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ രണ്ടാമത്തെ ഹെഡിന് താഴെ എഴുതുന്ന ഐറ്റമാണ്. ഓക്കെ, പ്രൊവിഷൻസ് ആൻഡ് കണ്ടിൻജൻസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്ന തുകയാണ് എന്ത്, പ്രൊവിഷൻസ് ആൻഡ് കണ്ടിൻജൻസീസ്. ഓക്കെ, അതിന് സെപ്പറേറ്റ് ഷെഡ്യൂൾ ഒന്നുമില്ല. ദെൻ തേർഡ് കോളം എന്ന് പറയുന്നത് സോ കറൻറ്റ് ഇയർ എന്നാണ് കൊടുത്തിട്ടുള്ളത്. കറൻറ്റ് ഇയറിലെ എമൗണ്ടുകളെല്ലാം എഴുതാനുള്ള എമൗണ്ട് കോളമാണ് എന്ത്, കറൻറ്റ് ഇയർ എന്ന് പറയുന്ന കോളം. ഓക്കെ, ദെൻ ഫോർത്ത് കോളം പ്രീവിയസ് ഇയർ എന്നുള്ളതാണ്. പ്രീവിയസ് ഇയറിലെ എമൗണ്ടുകൾ എഴുതാനുള്ളതാണ്. അപ്പോൾ പ്രീവിയസ് ഇയറിലെ എമൗണ്ട്സ് നമ്മൾ ചെയ്യുന്ന പ്രോബ്ലങ്ങളിൽ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ആ കോൾ എപ്പോഴും ബ്ലാങ്ക് ആയിട്ട് കിടക്കും. പക്ഷേ ഫോം ബി പ്രകാരം ഒരു ബാങ്കിങ് കമ്പനി അതിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കുന്നത് ഫോം ബി പ്രകാരമാണ്. അപ്പോൾ അതിനകത്ത് ഈ 4 കോളവും വേണം. ഓക്കെ, എപ്പോഴും നമ്മുടെ 4ാമത്തെ കോളം ഫ്രീ ആയിട്ടായിരിക്കും ഉണ്ടാവുക. പക്ഷേ നമ്മളത് ഫ്രീ ആയിട്ടാണല്ലോ, അതുകൊണ്ട് അത് വരയ്ക്കണ്ട എന്നില്ല. അത് നമ്മുടെ ഈ ഫോർമാറ്റിനകത്ത് പറഞ്ഞ കാര്യമായതുകൊണ്ട് അതുപോലെ നമ്മൾ വരച്ചിടണം. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നും കൂടെ പറയാം. അതിനകത്ത് വരുന്ന കാര്യങ്ങൾ 4 ഹെഡുകളായിട്ടാണ് വരുന്നത്. ഇൻകം, എക്സ്പെൻഡിച്ചർ, പ്രോഫിറ്റ് ഓർ ലോസ് ആൻഡ് അപ്രോപ്രിയേഷൻ. ഇൻകം എന്നുള്ള ഹെഡിന് താഴെ ഇൻട്രസ്റ്റ് ഏൺഡ് എന്നുള്ളതും അതർ ഇൻകം എന്നുള്ള 2 സബ് പോയിന്റുകൾ വരുന്നുണ്ട്. എക്സ്പെൻഡിച്ചർ എന്നുള്ളതിന് താഴെ 3 സബ് പോയിന്റുകൾ വരുന്നുണ്ട്. ഇൻട്രസ്റ്റ് എക്സ്പെൻഡഡ്, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്, ദെൻ പ്രൊവിഷൻ ആൻഡ് കണ്ടിൻജൻസീസ്. ദെൻ പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ടിന് താഴെ 2 സബ് ഹെഡുകൾ, നെറ്റ് പ്രോഫിറ്റ് ഫോർ ദ ഇയർ ആൻഡ് പ്രോഫിറ്റ് ഓർ ലോസ് ബോട്ട് ഫോർവേഡ്, അത് പ്രീവിയസ് ഇയറിലതാണ്. ഓക്കെ, ദെൻ അപ്രോപ്രിയേഷനകത്ത് സ്റ്റാറ്റ്യൂട്ടറി റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എമൗണ്ട് സോ ദാറ്റ് ഈസ് കമ്പൽസറി, എല്ലായിടത്തും അതുണ്ടാവും. ദെൻ